അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ പഠിക്കുന്ന ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ വിശുദ്ധ ഖുർആനിലെ 83-ാമത്തെ അധ്യായം സൂറത്തുൽ മുത്തഫിഫീനാണ് നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ വിശുദ്ധ ഖുർആനിലെ 82-ാമത്തെ അധ്യായം സൂറത്തു ഇൻഫിത്താർ നമ്മൾ പഠിക്കാൻ ആരംഭിക്കുകയാണ്. ഈ അധ്യായം മക്കിയായ സൂറത്താണ്, മക്കയിൽ അവതീർണമായ അധ്യായമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ തർത്തീബ് പ്രകാരം, ക്രമപ്രകാരം 88-ാമതായി അവതീർണമായ അധ്യായമാണ് സൂറത്തുൽ ഇൻഫിത്താർ എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളത്. സൂറത്തു ഇൻഷിഖാഖിൻ്റെയും സൂറത്തു നാസിആത്തിൻ്റെയും ഇടയിലാണ് ഈ അധ്യായം അവതീർണമായത് എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഈ അധ്യായത്തിൻ്റെ പേരുകൾ, ഒന്ന് സൂറത്തു ഇൻഫത്തറത്ത് എന്നീ അധ്യായത്തിന് പേരുണ്ട്. സാധാരണ എല്ലാവർക്കും അറിയാവുന്ന പേര് സൂറത്തുൽ ഇൻഫിത്താർ എന്നും ഈ അധ്യായത്തെ അറിയപ്പെടാറുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ മുൻഫത്തിറ എന്ന് ഈ അധ്യായത്തെ വിളിക്കപ്പെടാറുണ്ട്. അതേപോലെ ഈ അധ്യായത്തിലെ ആദ്യത്തെ ആയത്ത് മുഴുവനായും ഈ അധ്യായത്തിൻ്റെ നാമമായി, പേരായി മുഫസ്സിറുകൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. സൂറത്തു ഇദസ്സമാഉ ഇൻഫതറത്. എന്താണ് അതിനുള്ള തെളിവ്? മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖാമ മുആദുൻ ഫസല്ലൽ ഇശാ അൽ ആഖിറത ഫതവ്വല. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ജനങ്ങൾക്ക് ഇമാമായി ഇശാ നമസ്കരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കുറേ നേരം നിസ്കരിച്ചു. അദ്ദേഹം ഒരുപാട് നേരം നിസ്കരിച്ചു. അദ്ദേഹം സുദീർഘമായി നമസ്കരിച്ചത് കൊണ്ട് തന്നെ ബാക്കിലുള്ള മഅ്മൂമുകളായ ആളുകൾക്കത് പ്രയാസം ഉണ്ടാക്കി. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളെ മുആദ് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ നമസ്കരിക്കാൻ നിന്നു, ഞങ്ങൾക്ക് ഒരുപാട് ശുഗലുകളുണ്ട്, ചുറ്റുപാടുകളുണ്ട്. പക്ഷെ മുആദ് നിസ്കാരം നിർത്തണില്ല റളിയല്ലാഹു അൻഹു. അദ്ദേഹം കുറേ നേരം നിസ്കരിക്കുക ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം, അഫത്താനുൻ യാ മുആദ്, മുആദ് നീ കുഴപ്പമുണ്ടാക്കുകയാണോ? നീ ഫിത്തന ഉണ്ടാക്കുകയാണോ? ഫിത്തനയാണോ നീ ആഗ്രഹിക്കുന്നത്? അഫത്താനുൻ യാ മുആദ് എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐന കുൻത അൻസബ്ബിഹി ഇസ്മ റബ്ബിക്കൽ അഅല വവദ്ദുഹ വഇദസ്സമാഉ ഇൻഫതറത്. നിനക്ക് ഈ സൂറത്തുകളൊക്കെ, സബ്ബിഹിസ്മ റബ്ബിക്കൽ അലയും അതേപോലെ തന്നെ സൂറത്തുൽ ദുഹയും അല്ലെങ്കിൽ സൂറത്തു ഇദസ്സമാഉ ഇൻഫതറത്, ഇതൊക്കെ പാരായണം ചെയ്തുകൂടായിരുന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്തിനെ പറയുമ്പോൾ ഉപയോഗിച്ച നാമം ഏതാണ്? ഇദസ്സമാഉ ഇൻഫതറത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഈ അധ്യായത്തിന് സൂറത്തു ഇദസ്സമാഉ ഇൻഫതറത് എന്ന് നാമമുണ്ട് എന്ന് പറഞ്ഞു. ഈ അധ്യായത്തിൻ്റെ മഹത്വമായി പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ, ഒട്ടുമിക്ക മുഫസ്സിറുകളും, അത് ഇമാം തൊബരി ആകട്ടെ, ഇബ്നു കസീർ ആകട്ടെ, അതേപോലെ തന്നെ മറ്റുള്ള തഫ്സീറുകളിൽ, പല തഫ്സീറുകളിലും പല മുഫസ്സിറുകളും കൊണ്ടുവന്ന ഹദീസ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സറഹു അൻ യൻദുറ ഇലാ യൗമിൽ ഖിയാമ കഅന്നഹു റഅയുൽ ഐൻ ഫൽയഖറ ഇദ ശംസു ഖുവ്വിറത് വഇദ സമാഉ ഇൻഫതറത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ നബി പറഞ്ഞത്? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഖിയാമത്ത് നാൾ നോക്കിക്കാണുന്നത് പോലെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് കാണുന്ന ആ ഖിയാമത്ത് നാൾ എന്താണ് എന്ന് മനസ്സിലാക്കണം, കണ്ണുകൊണ്ട്
നോക്കിക്കണ്ടതുപോലെ മനസ്സിലാക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ? നിങ്ങൾ സൂറത്തു കുവ്വിറത്തും അതേപോലെ തന്നെ സൂറത്തു ഇദസ്സമാഉൻ ഫതറത്തും നിങ്ങൾ പാരായണം ചെയ്തുകൊള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ അത് ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് മുഫസ്സിറുകൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഹദീത്താണ്. ഇനി നമ്മൾ സൂറത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ പറഞ്ഞു ഈ അധ്യായത്തിൽ 19 ആയത്തുകളാണ് നമുക്ക് പഠിക്കുക. ഇന്ന് നമ്മൾ 5 ആയത്തുകൾ എടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് അധ്യായത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്തിആദയും ബസ്മലയും ഒക്കെ നമ്മൾ പലതവണ പഠിച്ചതാണ്, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ വിശദീകരിക്കുമ്പോൾ ആദ്യം തന്നെ എന്താണ് ഇസ്തിആദ, എന്താണ് ബസ്മല എന്നൊക്കെ വളരെ വിശാലമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് കേൾക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ ആ പഴയ ക്ലാസ്സുകളൊക്കെ എടുത്ത് കേൾക്കണമെന്ന് വളരെ സ്നേഹത്തോടെ എൻ്റെ സഹോദരങ്ങളെയും സഹോദരികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, എന്താ അല്ലാഹു പറയുന്നത്? ഇദസ്സമാഉൻ ഫതറത്. ഇദസ്സമാഉൻ ഫതറത്. കാണാതെ അറിയാത്ത ആളുകൾ ഈ അധ്യായം പഠിക്കണം. ചെറിയ അധ്യായമാണ്, വളരെ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന അധ്യായവുമാണ്. ഇദസ്സമാഉൻ ഫതറത്. ഇതിലെ പദങ്ങൾ നോക്കൂ നിങ്ങൾ. നമുക്കറിയാം സമാ എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അർത്ഥം. സമാ ആകാശം. ഇൻഫതറത്ത് എന്ന് പറഞ്ഞാൽ അത് പൊട്ടിപ്പിളരുമ്പോൾ, അത് പൊട്ടിപ്പിളരുമ്പോൾ. ഇദ എന്ന് പറഞ്ഞാൽ ആകുമ്പോൾ, ആയാൽ എന്നൊക്കെയാണ് അതിനർത്ഥം. ഇദസ്സമാഉ ആകാശം ആകുമ്പോൾ. എന്ത്? ഇൻഫതറത്ത് അത് പൊട്ടിപ്പിളരുമ്പോൾ. എന്താണ് നമുക്ക് വിശദീകരിക്കാം? ഇദസ്സമാഉ ഇൻഫതറത്ത് ആകാശം പൊട്ടിപ്പിളരുമ്പോൾ. വഇദൽ കവാകിബു ഇൻതസറത്. വഇദൽ കവാകിബു ഇൻതസറത് നക്ഷത്രങ്ങൾ. കവാകിബ് എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ഗ്രഹങ്ങൾ എന്ന് പറയും. ഇവിടെ നക്ഷത്രങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഇദൽ കവാകിബു ഇൻതസറത്. ഇൻതസറത് എന്ന് പറഞ്ഞാൽ അവ കൊഴിഞ്ഞു വീഴുമ്പോൾ, ഉതിർന്നു വീഴുമ്പോൾ. അപ്പം എന്താണ്? വഇദൽ കവാകിബു ഇൻതസറത് നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ഗ്രഹങ്ങൾ കൊഴിഞ്ഞു വീഴുകയും ചെയ്യുമ്പോൾ. വഇദൽ ബിഹാറു ഫുജ്ജിറത്. വഇദൽ ബിഹാറു ഫുജ്ജിറത്. ബിഹാർ എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്, ബഹർ കടലാണ്, ബിഹാർ അതിൻ്റെ ജംആണ്, ബഹുവചനമാണ്. വഇദൽ ബിഹാറു സമുദ്രങ്ങളാകുമ്പോൾ. എങ്ങനെ? ഫുജ്ജിറത് അവ പൊട്ടി ഒഴുക്കപ്പെടുമ്പോൾ. അവ പൊട്ടി ഒഴുക്കപ്പെടുമ്പോൾ, സമുദ്രങ്ങൾ പൊട്ടി ഒഴുക്കപ്പെടുകയും ചെയ്യുമ്പോൾ. വഇദൽ ഖുബൂറു ബുഅസിറത്. വഇദൽ ഖുബൂറു ബുഅസിറത്. ഖുബൂർ എന്താണ്? ഖബർ നമുക്കറിയാം, ഖബറുകൾ അല്ലേ? ഖബർ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മറമാടുന്ന പിന്നെ ഖബറുകൾ, അതാണ് ഖബർ. വഇദൽ ഖുബൂറു ശ്മശാനം ആകുമ്പോൾ, ഖബറുകൾ ആകുമ്പോൾ. ബുഅസിറത് അവ മറിച്ചിടുമ്പോൾ അഥവാ ഇളക്കി മറിക്കുമ്പോൾ. ഖബറിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്കിടാൻ അർത്ഥം. അപ്പം ഖബറുകൾ അടിയോടെ മറിച്ചിടപ്പെടുകയും ചെയ്യുമ്പോൾ. അപ്പം ഇതാണ് ആദ്യത്തെ 4 ആയത്തുകൾ. എന്താണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഒരു സംശയത്തിനും ഇടയില്ലാതെ നമുക്കെല്ലാവർക്കും മനസ്സിലാകും. എന്താണ് ഈ അധ്യായം? ഏത് അധ്യായമാണ്? മക്കിയായ സൂറത്താണ്. അഥവാ മക്കയിലെ മുശ്രിക്കുകളായ ആളുകളോട് അവരുടെ വിശ്വാസം ശരിയാക്കാൻ, അവരുടെ കർമ്മങ്ങൾ റെഡിയാക്കാൻ, അവർ വിശ്വാസത്തിലേക്ക് വരാനുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവർ പരലോകത്തെ നിഷേധിച്ച ആൾക്കാരാണ്, അവർ അള്ളാഹുവിനെ നിഷേധിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ മക്കയിൽ അവതീർണമായ അധ്യായങ്ങളിൽ ആദ്യം പ്രഥമമായും പറയുന്ന തൗഹീദാണ്, ആഖിറത്താണ്, റിസാലത്താണ്. അതാണ് അള്ളാഹു പഠിപ്പിക്കുക. ഈ അധ്യായത്തിൽ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ലോകത്തിൻ്റെ അവസാനവുമായി ബന്ധപ്പെട്ട യൗമുൽ ആഖിറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതിലെ ഈ അധ്യായത്തിൽ ആദ്യത്തെ 4 ആയത്തുകളിൽ 4 സംഭവങ്ങൾ പറയുന്നുണ്ട് അല്ലേ? 4 സംഭവങ്ങൾ പറയുന്നുണ്ട്. ഒന്നെന്താ? ഇദസ്സമാഉൻ ഫതറത്, വഇദൽ കവാകിബു ഇൻതസറത്, വഇദൽ ബിഹാറു ഫുജ്ജിറത്, വഇദൽ ഖുബൂറു ബുഅസിറത്. 4 ആയത്തുകളിൽ 4 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കാര്യങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒന്നെന്താ? ആദ്യത്തെ ലോകത്തിൻ്റെ ലോകാവസാനം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. ലോകം അവസാനിക്കുമ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം ഒന്നെന്താ? ആകാശം പൊട്ടിപ്പിളരും, അതേപോലെ തന്നെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും, കടലുകൾ സമുദ്രങ്ങൾ എന്ത് ചെയ്യും? അത് അണപൊട്ടി ഒഴുകും, അതിൻ്റെ നിയന്ത്രണമെല്ലാം മറികടക്കും. ഖബറിലുള്ള ആളുകളെല്ലാം എഴുന്നേറ്റ് വരും, അത് മറിച്ചിടും. ഖബറിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരൊക്കെ പുറത്തു വരും. ഇത് ലോകാവസാനത്ത് സംഭവിക്കുന്ന ഖിയാമത്ത് നാളിൻ്റെ മുന്നോടിയായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? ഖിയാമത്ത് തുടങ്ങിയ പിന്നെ ഇതൊക്കെയാണ് സംഭവിക്കുക.
അപ്പോൾ നോക്കൂ നിങ്ങൾ, അള്ളാഹു പറഞ്ഞ ഈ 4 കാര്യങ്ങളിൽ 2 ആകാശലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്, ഉപരിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ആകാശം എവിടെയാണ്? മുകളിലാണ്. നക്ഷത്രം എവിടെയാണ്? മുകളിലാണ്, അല്ലേ? നക്ഷത്രങ്ങൾ മുകളിലാണ്, 2 മുകളിലാണ്, 2 ഭൂമിയിലാണ്, അടിയിലാണ്. ഖബർ എവിടെയാണ്? ഭൂമിയിലാണ്. അതേപോലെ തന്നെ സമുദ്രങ്ങൾ എവിടെയാണ്? ഭൂമിയിലാണ്. അപ്പോൾ പരലോകവുമായി ബന്ധപ്പെട്ട ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് ഈ ലോകത്ത് സംഭവിക്കുന്ന 4 കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു. ആ 4 കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ ആകാശലോകത്ത് സംഭവിക്കുന്നത്, 2 കാര്യങ്ങൾ ഭൂമിയിൽ സംഭവിക്കുന്നതാണ്. ആകാശലോകത്ത് സംഭവിച്ചാൽ അതിൻ്റെ അനന്തരഫലം എവിടെയായിരിക്കും? ഭൂമിയിലായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. ആകാശം ഉതിർന്നു വീഴങ്ങട്ട ഭൂമിയിലേക്കാണ്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നത്, തകർന്ന് തരിപ്പണമാകുന്നത് എങ്ങോട്ടാണ്? അത് ഭൂമിയിലേക്കായിരിക്കും എന്ന കാര്യത്തിൽ സംശയമല്ല. അതുകൊണ്ട് തന്നെ ലോകം അവസാനിക്കുന്നതിൻ്റെ മുന്നോടിയായി എന്ത് സംഭവിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആകാശം എന്ത് ചെയ്യും? അത് പൊട്ടിപ്പിളരും. ഇദസ്സമാഉൻ ഫതറത്. എന്തു ഭംഗിയാണ് ആകാശം കാണാൻ, അല്ലേ? ആകാശം എന്തു ഭംഗിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ ഒരു മുൻ മാതൃകയുമില്ലാതെ ഏറ്റവും ഭംഗിയായി സംവിധാനിച്ചവനാണ് പടച്ച തമ്പുരാൻ. ആകാശം നമുക്ക് മേൽക്കൂരയാണ്, തൂണുകളില്ലാതെ ആകാശം ഭംഗിയോടുകൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ആകാശത്തിന് എന്ത് സംഭവിക്കും? ലോകം അവസാനിക്കുന്ന സമയമാകുമ്പോൾ ആകാശം പൊട്ടിപ്പിളരും, അത് പൊട്ടിപ്പിളരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വയൗമ തശഖഖുസ് സമാഉ ബിൽ ഗമാമി വനുസ്സിലൽ മലായികതു തൻസീല. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ 25-ാമത്തെ ആയത്താണ്. ആകാശം പൊട്ടിപ്പിളർന്ന് വെൺമേഘപടലം പുറത്തു വരികയും മലക്കുകൾ ശക്തിയായി ഇറക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം. അവിടെ മലക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ നമുക്ക് പറയാം? നോക്കൂ നിങ്ങൾ, അപ്പൊ ലോകം അവസാനിക്കും, എന്ത് സംഭവിക്കും? നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആകാശം അത് പൊട്ടിപ്പിളരും, അത് തകർന്ന് തരിപ്പണമാകും. എത്ര വിശാലമാണ് ആകാശം, എത്ര വിശാലമാണ്, എത്ര വലുതാണ് ആകാശം. ആകാശം നമ്മുടെ സങ്കല്പങ്ങൾക്കപ്പുറമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അറാ മാ ലാ തറൗൻ വഅസ്മഉ മാ ലാ തസ്മഉൻ. ഞാൻ കാണുന്നത് നിശ്ചയം നിങ്ങൾ കാണാത്തത് ഞാൻ കാണുകയും നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുകയും ചെയ്യുന്നു. എന്നൊരു പ്രവാചകൻ പറഞ്ഞു, അത്തതിസ് സമാഉ വഹുഖ ലഹാ അൻ തഇത്ത മാ ഫീഹാ മൗദിഉ അർബഇ അസാബിഅ ഇല്ലാ വമലകുൻ വാലിഉൻ ജബ്ഹതഹു സാജിദൻ ലില്ലാഹ്. എന്താ പ്രവാചകൻ പറഞ്ഞറിയോ? നിങ്ങൾ കേൾക്കാത്ത ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങൾ കാണാത്ത ഞാൻ കാണുന്നുണ്ട്. എന്നൊരു പ്രവാചകൻ പറയാ, ആകാശലോകം അത് ശബ്ദമുഖരിതമാണ്. ആകാശം ശബ്ദമുഖരിതമാണ്. ആ ആകാശത്ത് കേൾക്കുന്ന ശബ്ദം എന്താണെന്നറിയോ? ആകാശത്ത് ശബ്ദിക്കുന്നത് 4 വിരലുകൾ, നമ്മുടെ 4 വിരലുകൾ വെക്കാൻ പറ്റുന്ന ഒരു ഇടമുണ്ട് എങ്കിൽ അവിടെ ഒരു മലക്കുണ്ട് എന്നാണ്. അവിടെ ഒരു മലക്കുണ്ട്, ഒരു മലക്ക് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആകാശലോകത്ത് മലക്കുകളുണ്ട്. ആ മലക്കുകളെല്ലാം ആകാശം പൊട്ടിപ്പിളരുമ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുന്നു? പുറത്ത് കിടക്കും. ആ മലക്കുകളൊക്കെ പുറത്ത് കിടക്കും. എത്ര മലക്കുണ്ട് നമുക്കറിയില്ല. ഒരു മലക്കിൻ്റെ രൂപം എങ്ങനെയാണ്, ഒരു മലക്കിൻ്റെ വിശാലത എത്രയാണ്. ഞാൻ ഈ അടുത്തൊരു ഹദീത്തിൽ കണ്ടത്, ഒരു വിഷയം പഠിച്ചപ്പോൾ ഒരു ഹദീത്തിൽ കണ്ടത്, ഒരു മലക്കിൻ്റെ കാലിൻ്റെ കാൽപാദം മുതൽ ഒരു മലക്കിൻ്റെ കാൽപാദം മുതൽ ഞെരിയാണി വരെയുള്ള ദൂരമെന്ന് പറഞ്ഞാൽ 700 വർഷത്തെ വഴി ദൂരാണെന്ന്. സുബ്ഹാനല്ലാഹ്, 700 വർഷത്തെ വഴി ദൂരം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, 700 വർഷേ. പണ്ഡിതന്മാർ പറഞ്ഞത്, പക്ഷികൾക്കൊരു അതിവേഗതയിൽ പറക്കുന്ന പക്ഷി 700 വർഷം അത് എത്ര പറക്കുമോ അത്രയും ദൂരം ഉണ്ടാകുന്ന ആ മലക്കുകളുടെ കാലിൻ്റെയും ഞെരിയാണിയുടെയും കാൽപാദത്തിൻ്റെയും ഇടയിലുള്ള ദൂരം. അങ്ങനെയുള്ള എത്ര മലക്കുകളുണ്ട്. ആ മലക്കുകളൊക്കെ എവിടെയുള്ളത്? ഉപരിലോകത്താണ്, ആകാശലോകത്താണ്. ബൈത്തുൽ മഅമൂർ. എന്താ ബൈത്തുൽ മഅമൂർ? മലക്കുകളുടെ കാബയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൈത്തുൽ മഅമൂർ മലക്കുകളുടെ കാബയാണ്. അവരവിടെ ആരാധന ചെയ്യുന്നുണ്ട്, അവരവിടെ സുജൂദ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ബൈത്തുൽ മഅമൂറിലേക്ക് 70,000 മലക്കുകൾ കയറുന്നതാണ്. 70,000 മലക്കുകൾ. ആ 70,000 മലക്കുകൾ പിന്നൊരിക്കലും അതിലേക്ക് കയറില്ല, എല്ലാ ദിവസവും. അപ്പം എത്ര ഈ മലക്കുകളെയൊക്കെ ഉൾക്കൊള്ളുന്ന ആകാശം, അല്ലേ? ആകാശത്ത് എന്തൊക്കെ ഉണ്ട്? ആകാശത്ത് സൂര്യനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ഗ്രഹങ്ങളുണ്ട്, പലതുമുണ്ട് ആകാശത്ത്, അല്ലേ? സൂര്യൻ്റെ വലിപ്പം എത്രയാ? ഭൂമിയേക്കാൾ എത്ര വലുതാണ് സൂര്യൻ? സൂര്യനേക്കാൾ എത്ര വലുതാണ് നക്ഷത്രങ്ങൾ? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്ത് ചെയ്യും? ലോകം അവസാനിക്കുന്ന സമയത്ത് ഈ വിശാലമായ ആകാശം എന്ത് ചെയ്യും? ആ ആകാശം തകർന്ന് തരിപ്പണമാകും. വസ്സമാഉ
അള്ളാഹു പറഞ്ഞു വസ്സമാവാതു മത്വിയാത്തുൻ ബിയമീനിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഭൂമി മുഴുവൻ അവന്റെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നതായിരിക്കും. അതേപോലെ തന്നെ ആകാശങ്ങൾ അവന്റെ വലത് കൈയിൽ അവൻ ചുരുട്ടി പിടിക്കപ്പെട്ടവയുമായിരിക്കും. ആകാശത്തെ പടച്ചോൻ ചുരുട്ടി പിടിക്കും. ഇതൊക്കെ വിശാലമായി പഠിക്കേണ്ട വിഷയങ്ങളാണ്. ആ ആയത്തുകൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് പറയാം. അപ്പൊ നോക്കൂ നിങ്ങൾ, ലോകം അവസാനിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ ഇന്നീ കാണുന്ന ആകാശം അത് പൊട്ടിപ്പിളരും. എന്നപോലെ പറഞ്ഞു വൈദൽ കവാകിബുൻ തസറത്ത്, നക്ഷത്രങ്ങൾ അഥവാ ഗ്രഹങ്ങൾ കൊഴിഞ്ഞു വീഴുകയും ചെയ്യുമ്പോൾ. അല്ലെ, നക്ഷത്രങ്ങൾ എന്താ യഥാർത്ഥത്തിൽ? പണ്ഡിതന്മാർ പറഞ്ഞത് നക്ഷത്രങ്ങൾ കൊണ്ട് ലഭിക്കുന്ന 3 പ്രയോജനങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. 3 പ്രയോജനങ്ങൾ. ഒന്നെന്താ അറിയോ? ഒന്ന്, നക്ഷത്രങ്ങൾ ആകാശത്തിന് അലങ്കാരമാണ്. എന്തുകൊണ്ടാണ് ആകാശം ഭംഗിയുള്ളതായത്? അതിൽ വിളക്കുകൾ തൂക്കിയതുപോലെ നക്ഷത്രങ്ങൾ നമ്മൾ കാണാണ്. അല്ലെ, ആകാശത്ത് നക്ഷത്രങ്ങളില്ലെങ്കിൽ അത് ഭംഗിയോ മോടിയോ ഇല്ലാത്ത ഇരുട്ടിയ മേൽക്കൂരയാകും. എന്നാൽ അള്ളാഹു ഈ നക്ഷത്രങ്ങളെ ആകാശത്തിനെ അലങ്കാരമാക്കുകയും ഭംഗിയും വെളിച്ചമാക്കുകയും ചെയ്തു എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്താ? ആകാശത്തിന്റെ സംരക്ഷണം നക്ഷത്രങ്ങളുടെ ദൗത്യമാണ്. ആകാശത്തിലെ വർത്തമാനങ്ങൾ കട്ടുകേട്ട് ഭൂമിയിലേക്ക് എത്തുന്ന പിശാചുക്കളിൽ നിന്നും അതിനുള്ള സംരക്ഷണത്തിന് അള്ളാഹു നക്ഷത്രങ്ങളെ നിശ്ചയിച്ചു എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വലഖദ് സയ്യന്ന സമാഅ ദുനിയ ബിമസാബീഹ വജഅൽനാഹാ റുജൂമൻ ലിശയാത്തീൻ വഅതദ്നാ ലഹും അദാബസ് സഈർ. അല്ലാഹു പറയാ, ഏറ്റവും അടുത്ത ആകാശത്തെ നാം ചില വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഏതാണ് ആ വിളക്ക്? നക്ഷത്രങ്ങളാണ്. അവയെ നാം പിശാചുക്കളെ എറിഞ്ഞോടിക്കാനുള്ളവയുമാക്കിയിരിക്കുന്നു. അവർക്ക് നാം ജ്വലിക്കുന്ന നരകശിക്ഷ ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ അതിനെ നാം ആക്കിയിരിക്കുന്നു, അഥവാ വിളക്കുകളാക്കി. എന്തിനെ? നക്ഷത്രങ്ങളെ. ആ നക്ഷത്രങ്ങൾ എന്താണ്? പിശാചുക്കളെ എറിഞ്ഞോടിക്കാനുള്ളവയാണ്. പിശാചിനൊരു സ്വഭാവമുണ്ട്, പിശാചിനൊരു ഒരു കഴിവുണ്ട്. എന്താണ്? കട്ട് കേൾക്കാനുള്ള കഴിവുണ്ട്. കട്ട് കേൾക്കാനുള്ള കഴിവ് നബി പഠിപ്പിച്ച ഹദീസുകൾ വന്നതാണ്. അപ്പൊ ആ കട്ട് കേൾക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നത് എന്താണ്? ആകാശത്തുള്ള നക്ഷത്രങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറു സഅദിയിൽ പറഞ്ഞു, ആകാശത്തെ വർത്തമാനങ്ങൾ കട്ടുകേൾക്കാൻ ഉദ്ദേശിക്കുന്നവരായ ആകാശത്തിലെ വർത്തമാനങ്ങൾ സ്വീകരിച്ച് ഭൂമിയിലെത്തിക്കുന്ന പിശാചുക്കളിൽ നിന്നുള്ള സംരക്ഷണത്തിനാണ് അള്ളാഹു നക്ഷത്രങ്ങളെ നിശ്ചയിച്ചത് എന്ന് അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയുന്നത് കാണാൻ പറ്റും. മൂന്നാമത്തെ നക്ഷത്രങ്ങളുടെ പ്രയോജനം എന്താ? അത് കടലിൻ്റെയും കരയുടെയും ഇരുട്ടുകളിൽ വഴി കണ്ടെത്താനുള്ള വഴിയാണ്. ഇപ്പൊ മീൻ പിടിക്കാൻ പോണ ആൾക്കാർ, അതേപോലെ തന്നെ കപ്പലിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് വഴി കാണാൻ, വഴി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഏതാ? നക്ഷത്രങ്ങളാണ്. നക്ഷത്രങ്ങൾ വെച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് ടെക്നോളജി വളർന്നിട്ടുണ്ട്, സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാത്ത കാലഘട്ടങ്ങളിൽ ആളുകൾക്ക് ദിശയറിയാൻ അവർ നക്ഷത്രങ്ങളെ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു പറഞ്ഞു, നക്ഷത്രം മുഖേനയും അവർ വഴി കണ്ടെത്തുമെന്ന് വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായത്തിലെ 16-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. വഹുവല്ലദീ ജഅല ലക്കുമുൻ നുജൂമ ലിതഹ്തദൂ ബിഹാ ഫീ ദുലുമാതിൽ ബർരി വൽ ബഹർ ഖദ് ഫസ്സൽന അൽ ആയാതി ലിഖൗമി യഅലമൂൻ. അള്ളാഹു പറഞ്ഞു, അവനാണ് നിങ്ങൾക്ക് വേണ്ടി നക്ഷത്രങ്ങളെ കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിന്ന് അവ മുഖേന വഴിയറിയാൻ പാകത്തിലാക്കി തീർത്തത്. അപ്പൊ ഇങ്ങനെ അള്ളാഹു നമുക്കൊരു അനുഗ്രഹമായി നൽകിയ നക്ഷത്രങ്ങൾ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങൾ എന്തു ചെയ്യും? അത് ഭൂമിയിലേക്ക് ഉതിർന്നു വീഴും, അത് തകർന്നു വീഴും എന്ന് ലോകം അവസാനിക്കുന്ന സമയത്ത് ഇത് സംഭവിക്കുന്ന കാര്യമാണ്. മഹാനായ ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി ഈ 3 കാര്യങ്ങളെയും എടുത്ത് വിശദീകരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ കൊണ്ടുള്ള നേട്ടം എന്താണ്, ഗുണമെന്താണ്, അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഖാല ഖതാദ ഇന്നമാ ഖുലിഖത് ഹാദിഹി നുജൂമു ലിതലാത്തി ഖിസാലിൻ ഖലഖഹ അല്ലാഹു സീനതൻ ലിസ്സമാ വറുജൂമൻ ലിശയാത്തീൻ വഅലാമാത്തിൻ യുഹ്തദാ ബിഹാ ഫമൻ തഅവ്വല ഫീഹാ ഗൈറ ദാലിക ഫഖദ് ഖാല ബിറഈഹി വഅഖ്താഹ അല്ലാഹു എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം എണ്ണി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്ത് മനസ്സിലായി? 2 ആയത്തുനിന്ന് ആകാശം പൊട്ടിപ്പിളരും, അതേപോലെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും. 3-ാമത്തെ ആയത്ത് എന്താ? വഇദൽ ബിഹാറു ഫുജ്ജിറത്, സമുദ്രങ്ങൾ പൊട്ടി ഒഴുക്കപ്പെടുകയും ചെയ്യുമ്പോൾ. ബിഹാർ എന്താണ്? സമുദ്രമാണ്, ബഹർ കടലാണ്, അല്ലേ?
കടലിൽ എന്താ ഉള്ളത്? വെള്ളമാണ്. വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? വെള്ളമാകുന്ന അനുഗ്രഹമില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് കുടിക്കാൻ, കുളിക്കാൻ, അല്ലേ, എന്തൊക്കെ കൃഷി ചെയ്യാൻ, കന്നുകാലികൾക്ക്, നമ്മുടെ ജീവിതത്തിൽ വെള്ളം എത്രമാത്രം ആവശ്യമാണ്. ആ വെള്ളം നമുക്ക് ലഭിക്കുന്ന സ്രോതസ്സുകളുണ്ട്. അതിൽ കിണറുകളുണ്ട്, കുളങ്ങളുണ്ട്, നദികളുണ്ട്, കടലുണ്ട്. ഇതൊക്കെ വെള്ളത്തിൻ്റെ സ്രോതസ്സുകളാണ്. ഭൂമിയുടെ 3 ഭാഗവും സാധാരണ പറയാറുള്ളത് 72% എന്താണ്? വെള്ളമാണ്. ഭൂമിയുടെ 72% വെള്ളം. എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, എന്നിട്ടും വെള്ളം കിട്ടാത്ത മനുഷ്യന്മാരുണ്ട്. ഭൂമിയുടെ 70, ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ അവർ വുദു എടുക്കും. നമ്മളൊക്കെ വുദു എടുക്കുന്ന സമയത്ത് എത്ര വെള്ളം കളയുന്നത് പറയുന്ന ഞാനും നമ്മളെല്ലാവരും അല്ലേ, വുദു എടുക്കും, പൈപ്പ് തുറക്കും, അങ്ങനെ വെള്ളം പോകുകയാണ്. ചില കണക്കുകളൊക്കെ പിന്നെ ആളുകൾ പറയാറുണ്ട് എത്രയോ ലിറ്റർ വെള്ളം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ആഫ്രിക്കയിലും അതേപോലെ തന്നെ വെള്ളമില്ലാത്ത പ്രദേശത്തുള്ള ആളുകൾ അവരൊക്കെ വുദു എടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടൊക്കെയാണ്, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട്. അതുകൊണ്ട് അവർക്ക് വുദു എടുക്കാം. കാരണം അവർക്ക് വെള്ളമില്ല, അവർക്ക് കുടിക്കാനില്ല, കുളിക്കാൻ വെള്ളം, നല്ല പ്രയാസത്തിലാണ് അവർ. നമ്മൾ അനുഗ്രഹീതരാണ്, നമ്മുടെ റബ്ബിൻ്റെ മഹത്തായ ഫദ്ൽ ലഭിച്ച ആൾക്കാരാണ്. അപ്പോൾ ഈ വെള്ളം അതെവിടെയുള്ളത്? അത് കടലിലുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി എടുക്കാൻ പോകണം, കടലിൽ പോകും. ആ കടൽ എന്ത് ചെയ്യും? ആ സമുദ്രങ്ങളെല്ലാം പൊട്ടി ഒഴുകുന്ന ദിവസമായിരിക്കും ഏത്? ഖിയാമത്ത് നാളിൻ്റെ ദിവസം. നമ്മൾ കണ്ടിട്ടുണ്ട് പല സമയങ്ങളിലും. ഇപ്പോൾ സുനാമി ഉണ്ടായി, വളരെ ചെറിയ സമയം അല്ലേ, ചെറിയ സമയം. നമ്മുടെ വയനാട് ജില്ലയിലെ ചൂരൽമലയിലും മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു മലയിലെ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാവുന്ന ഒരു ചെറിയ ദൂരം, ഒരു ചെറിയ സ്ഥലം, ആ ചെറിയ സ്ഥലത്തിൻ്റെ ഉള്ളിലെ ആ മലയുടെ മുകളിൽ നിന്ന് അതിൻ്റെ ഉള്ളിലെ വെള്ളവും കല്ലുമൊക്കെ പുറത്തു വന്നപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മളുടെ പേടി മാറിയിട്ടുണ്ട്. എപ്പോഴും എത്ര ആളുകൾ മരണപ്പെട്ടു, എത്ര ആളുകൾ, എത്ര സമ്പത്ത് നഷ്ടമായി, എന്തൊക്കെ നഷ്ടമായി. ഇപ്പോഴും അതിൻ്റെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ. എല്ലാ സന്തോഷങ്ങളിലും ജീവിച്ചിരുന്ന ആൾക്കാർ ഒരൊറ്റ രാത്രി കൊണ്ട്, ഒരൊറ്റ രാത്രിയിലെ ഏതാനും മിനിറ്റുകൾ കൊണ്ട് എന്ത് ചെയ്യാണ്? വെള്ളം ഒഴുകി വന്നിട്ട് അവരുടെ വീടൊക്കെ അത് പോവാണ്, ഇല്ലാതെയാകാണ്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു എന്നുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ വൈദൽ ബിഹാറു ഫുജ്ജിറത്ത് എന്ന് പറയുന്ന ആയത്തിന് വേറെ തഫ്സീറിനൊന്നും ആവശ്യമില്ല. നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ? അള്ളാഹു പറയാ, സമുദ്രങ്ങൾ പൊട്ടി ഒഴുക്കപ്പെടുകയും ചെയ്യുമ്പോൾ അല്ലേ, ഇത് കണ്ട ആൾക്കാരെ നമ്മൾ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ചു, ലോകം അവസാനിക്കുന്ന സമയത്ത് ഈ സമുദ്രങ്ങളെല്ലാം, മഹാസമുദ്രങ്ങളുണ്ട് ലോകത്ത് അല്ലേ, ആ സമുദ്രങ്ങളെല്ലാം അത് പുറത്തു വന്നുള്ള അവസ്ഥ എന്തേക്കാരം? ഇപ്പം അള്ളാഹു സംരക്ഷിച്ച് നിർത്തിയേക്കാണ്. ആ സംരക്ഷണം റബ്ബ് കൈവടിയുമ്പോൾ, അത് ഒഴിവാക്കുമ്പോൾ അതിൻ്റെ നിയന്ത്രണം വിട്ട് അതൊക്കെ ഇരച്ച് കയറും, അത് നക്കി തുടക്കും അല്ലെ, എല്ലാം തകർന്ന് തരിപ്പണാക്കും. അത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ്. ഇന്ന് വെള്ളവുമായി ബന്ധപ്പെട്ട, ജലവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പറയുന്നത് 3 ബില്യൺ ആളുകൾ തങ്ങളുടെ ഉപജീവനത്തിനായി സമുദ്രത്തെ ഉപയോഗിക്കുന്നു. മീൻ പിടിക്കാൻ, അതേപോലെ തന്നെ കപ്പൽ, പിന്നെ ചരക്ക്, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി 3 ബില്യൺ ആളുകൾ തങ്ങളുടെ ഉപജീവനത്തിനായി എന്തുപയോഗിക്കുന്നുണ്ട്? സമുദ്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും 50 മുതൽ 80% സമുദ്രത്തിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ സമുദ്രത്തിൻ്റെ 1% മാത്രമാണ് നിയമപരമായി സംരക്ഷിക്കപ്പെടുന്നത്. ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. സമുദ്രത്തിൻ്റെ 1% മാത്രമാണ് നിയമപരമായിട്ട് വേറെ എത്ര ഉണ്ടെന്ന് അറിയാം, എത്ര വിശാലമാണ്. അപ്പം അതൊക്കെ തകർന്ന് പുറത്തേക്ക് വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു, ലോകം അവസാനിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വഇദൽ ബിഹാറു ഫുജ്ജിറത്ത്, സമുദ്രം എന്ത് ചെയ്യും? അത് പൊട്ടിപ്പിളരും, അത് പൊട്ടി എന്ത് ചെയ്യും? പുറത്തേക്ക് വരും, പൊട്ടി ഒഴുക്കപ്പെടും. പിന്നെ 4-ാമത്തെ ആയത്ത് വഇദൽ ഖുബൂറു ബുഅ്സിറത്ത്, വഇദൽ ഖുബൂറു ബുഅ്സിറത്ത്, ഖബറുകൾ അടിയോടെ മറിച്ചിടപ്പെടുകയും ചെയ്യുമ്പോൾ. ഖബർ, മനുഷ്യന്മാർ ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാലം മുതൽ ലോകം അവസാനിക്കുന്നതിൻ്റെ മുമ്പ് വരെയുള്ള മനുഷ്യന്മാർ, മരിക്കുന്ന ആൾക്കാർ, ഖിയാമത്ത് നാളിൻ്റെ മുമ്പ് മരിക്കുന്ന ആൾക്കാരൊക്കെ എവിടെയാണ്? അവർ ഖബറിലാണ്. ആ ഖബറിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും? അവരൊക്കെ പുറത്തേക്ക് വരും. ഖബറിലുള്ള ആളുകൾ പുറത്തേക്ക് വരും. പണ്ഡിതന്മാർ പല വിശദീകരണം നൽകിയിട്ടുണ്ട്. അല്ലാഹു പിന്നെ ഖബറിലുള്ള ആളുകൾ പുറത്തേക്ക് വരിക, വൈദൽ ഖുബൂറു ബുഅ്സിറത്ത്, ഖബറുകൾ അടിയോടെ മറിച്ചിടപ്പെടുകയും ചെയ്യുമ്പോൾ എന്ന് പറയുന്നതിന് ചില പണ്ഡിതന്മാർ പറഞ്ഞത്
ഭൂമി അതിൻ്റെ ഉള്ളിൽ നിന്ന് പലതും പുറത്തേക്ക് കൊണ്ടുവരും. ഫില്ലത്ത്, അതേപോലെ തന്നെ ദഹബ്, സ്വർണം, വെള്ളി, ഇരുമ്പ്, അങ്ങനെ പലതും വരും. ഭൂമിൻ്റെ ഉള്ളിൽ പലതും ഉണ്ട്. ഇപ്പോൾ വലിയ വലിയ കല്ലുകൾ വന്ന് നമ്മൾ കണ്ടുല്ലേ, പിന്നെ ചൂരൽമലയിലും മുണ്ടക്കൈയിലൊക്കെ പ്രളയം ഉണ്ടായപ്പോൾ എത്ര വലിയ കല്ലുകളാണ്. ഒരു മനുഷ്യന്മാർക്ക് തള്ളി നീക്കാൻ പോലും പറ്റാത്ത പിന്നെ വലിയ കല്ലുകളൊക്കെ ഭൂമിൻ്റെ അടിയിൽ നിന്ന് വരികയാണ്. നമ്മൾ പഠിച്ചു ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജത്തിൽ അർദു വസ്ഖാലഹ. ഭൂമി അതിൻ്റെ അതിങ്ങനെ പ്രകമ്പനം കൊള്ളുമ്പോൾ, ഭൂമി അതിൻ്റെ ഭാരം പുറത്തേക്ക് തള്ളുമ്പോൾ വഖാലൽ ഇൻസാനു മാലഹ, മനുഷ്യൻ ചോദിക്കുന്ന എന്താ പറ്റിയത് ഭൂമിക്ക്, എന്താ പറ്റിയത് ഭൂമിക്ക് എന്ന് മനുഷ്യന്മാർ ചോദിക്കുന്ന ദിവസം ഭൂമി അതിൻ്റെ ഭാരം പുറത്തേക്ക് തള്ളും. ഭൂമിൻ്റെ ഉള്ളിൽ പലതും ഉണ്ട്. ഭൂമിൻ്റെ ഉള്ളിൽ പലതും ഉണ്ട്. നമ്മുടെ പെട്രോളുണ്ട്, അല്ലെ, വാതകങ്ങളുണ്ട്, പലതുണ്ട് ഭൂമിൻ്റെ. അതൊക്കെ ഭൂമി എന്ത് ചെയ്യും? പുറത്തേക്ക് കൊണ്ടുവരും. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, എന്താണ് ഏറ്റവും പ്രധാനമായി പണ്ഡിതന്മാർ പറഞ്ഞത്? ഖബറിലെ മനുഷ്യന്മാരാണ്. അവരൊക്കെ പുറത്തേക്ക് കൊണ്ടുവരും. ലോകാവസാനത്തിൻ്റെ അടയാളമായി പറഞ്ഞ കാര്യം അവരൊക്കെ പുറത്തേക്ക് കൊണ്ടുവരും. ഖബറിലുള്ള ആളുകളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരും. ഒരു ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന റബ്ബി ഗളിബൽ യൗമ ഗളബൻ ലം യഗ്ലബ് ഖബ്ലഹു മിസ്ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരേറ്റവും കൂടുതൽ കോപിക്കുന്ന ദിവസം ഏതാണ്? ഈ ദിവസമാണ്. സമുദ്രം പൊട്ടിപ്പിളരുന്ന, ആകാശങ്ങൾ ഉതിർന്നു വീഴുന്ന, ആകാശം പൊട്ടുന്ന, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന ഖബറിലുള്ള ആളുകളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദിവസമുണ്ടല്ലോ, അന്നത്തെ ദിവസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ കോപിക്കുന്ന ദിവസമെന്ന് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ലോകാവസാനത്തെക്കുറിച്ച് ഓർമ്മ ഉണ്ടാവണം. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, നമ്മൾ നനച്ചിരിക്കാത്ത, ഇത് വിദൂരത്തൊന്നുമല്ല. ഇന്നഹും യറൗനഹു ബഈദ, പല ആൾക്കാരും അവർ ദൂരത്താണെന്നല്ല, അത് ഖരീബാണെന്ന്, അത് അടുത്താണെന്ന്. ലോകാവസാനം വിദൂരത്തൊന്നല്ല. അതിൻ്റെ അലാമാത്തുകളുണ്ട്. ആ അലാമാത്തുകളിൽപ്പെട്ട ഏതാനും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. അഷ്റാത്തു സാഅ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ, എൻ്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ, നമ്മുടെ ഈ അക്കാദമിക്ക് കീഴിൽ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, അല്ലേ? 14 ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലെ വലിയ 10 അടയാളങ്ങൾ, ലോകം അവസാനിക്കുന്നതിന് മുമ്പ് വരുന്ന 10 അടയാളങ്ങൾ, ദജ്ജാല് വരിക, ദാബത്ത് പുറപ്പെടുക, അങ്ങനെയുള്ള 10 അടയാളം, വലിയ 10 അടയാളങ്ങളുണ്ട്. അപ്പോൾ സഹോദരികളെ, ആ അടയാളങ്ങളൊക്കെ നമ്മൾ പഠിക്കുക. ലോകം അവസാനിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ കടമ എന്താ അറിയോ? നമ്മുടെ കടമ എന്താ? അതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയും. ഇൻഷാ അല്ലാഹ് അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും. ഇവിടെ കറണ്ടില്ലാത്തൊരു പ്രശ്നമുണ്ട്, കുറേ നേരം സംസാരിക്കാൻ പ്രയാസം, ഒന്ന് ശക്തമായ ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ആ അലിമത്ത് നഫ്സുൻ മാ ഖദ്ദമത് വ അഖറത്, അത് നമ്മൾ വിശാലമായി പഠിക്കേണ്ട ഒരു ആയത്താണ്. ഞാൻ ഇന്ന് ചില തഫ്സീറുകൾ, അറബ് പണ്ഡിതന്മാരുടെ, ഷേഖന്മാരുടെ, പിന്നെ അലി ഇബ്നു ഷൻഖീതി ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീർ കേട്ടു. സത്യത്തിൽ സുബ്ഹാനല്ലാഹ്, നമുക്കൊരുപാട് പഠിക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഈ ആയത്തുമായി ബന്ധപ്പെട്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അടുത്ത തഫ്സീറിൻ്റെ ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ സത്യസന്ധമായി പഠിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനുമായി ആത്മബന്ധം സൂക്ഷിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന, ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മളിൽ സംഭവിച്ച എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മളിൽ രോഗികളായ ആളുകളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത്, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ സഹോദരൻ നസീബ് എന്ന് പറയുന്ന, എൻ്റെ നാടിൻ്റെ സമീപത്തുള്ള വടപുറത്തുള്ള നസീബ് എന്ന് പറയുന്ന സഹോദരൻ ചെറുപ്പക്കാരനാണ്. 42 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അദ്ദേഹം പിന്നെ കഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു. അങ്ങനെ അദ്ദേഹം ചികിത്സയിലാണ്, വലിയ പ്രയാസത്തിലാണ്. അദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടുണ്ട് എങ്കിലും ഇനിയും ധാരാളം ട്രീറ്റ്മെൻറ്റുകൾ വേണം, നമ്മുടെ പ്രാർത്ഥന വേണം, അല്ലെ? ഓർമ്മശക്തി തിരിച്ചു കിട്ടണമെങ്കിൽ, സംസാരിക്കാനുള്ള കഴിവ് കിട്ടണമെങ്കിലൊക്കെ റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടാകണം. അല്ലാഹു എൻ്റെ സഹോദരൻ, എൻ്റെ സുഹൃത്തിന്, ആദർശ സഹോദരന് പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം. പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങൾ അത് മനസ്സിലാക്കി ആ സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെയുള്ള രോഗികൾ നമ്മുടെ വീടുകളിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്.
നമുക്കറിയാവുന്നയാൾ അള്ളാഹു എല്ലാവർക്കും പൂർണ്ണ ഷിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.